Presents. അജയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തോമസേ. ഇന്നലെ രാത്രി വിളിച്ചപ്പോ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞാണല്ലോ ഫോൺ വെച്ചത്. വേറൊന്നുമല്ല ജയ, വായനശാലയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. എന്നിട്ടെന്താ ഇന്നലെ ഫോണിൽ സംസാരിക്കാതിരുന്നത്? അത് നേരി കാണുമ്പോ ഫ്രഷ് ആയിട്ട് തന്നെ പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചാ. ആട്ടെ, എന്താ കാര്യം? നമ്മുടെ ഈ പരിസരത്തുള്ള മറ്റെല്ലാ വായനശാലകളിലും അവരുടെ തന്നെ ഒരു മാഗസിൻ ഉണ്ട്. തോമസ് കയ്യെഴുത്തു പ്രതിയുടെ കാര്യമാണോ ഈ പറഞ്ഞു വരുന്നത്? അതെ ചായ, അതും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അല്പം കൂടെ സജീവമാകും. അതൊരു നല്ല കാര്യമാ തോമസേ. ഒന്നുമില്ലെങ്കിലും അറിയപ്പെടാതെ കിടക്കുന്ന കുറെ കഥകളും കവിതകളും ചിത്രങ്ങളുമൊക്കെ പുറം ലോകം കാണും. അച്ഛാ, വരും ദിവസങ്ങളിൽ നമുക്കിതിനെപ്പറ്റി ഒന്ന് ഗൗരവമായി ചർച്ച നടത്തണം. ഓ, അതിനെന്താ, ആകാമല്ലോ. അപ്പച്ചനെന്താ എവിടെ പോയതാ അമ്മച്ചി? ഞാൻ അടുക്കളയിലായിരുന്നു മോളെ. തിരികെ വന്ന് നോക്കിയപ്പോ ആളെ കാണുന്നില്ല. അതെവിടെ പോയി? പറയാതെ പോകുന്നത് പതിവില്ലാത്തതാ. അപ്പച്ചനായിരിക്കും. ഞാനെന്നാ ചെന്ന് വാതിലോർക്കാം. ശരി മോളെ. അപ്പച്ചൻ ഇത്ര രാവിലെ ഇത് എവിടെ പോയി? ഞാൻ വായനശാല വരെ ഒന്ന് പോയതാ മോളെ. ഇതെന്താ പറയാതെ പോയത്? ഞങ്ങൾ ഇവിടെ ഒത്തിരി അന്വേഷിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? പ്രായം കൂടിക്കൂടി വരികയല്ലേ, അതാണെന്ന് തോന്നുന്നു ഈ മറവിയൊക്കെ. അതൊക്കെ പോട്ടെ, വായനശാലയിൽ എന്തായിരുന്നു? തോമസ് ഉണ്ടായിരുന്നു അവിടെ? ഞാൻ വായനശാലയുടെ കുറച്ച് പുതിയ പദ്ധതികളെ പറ്റി പറയാം. അതിലൊന്നാണ് കയ്യെഴുത്തു മാസിക. നിങ്ങളുടെ കൂടി അഭിപ്രായം ചോദിച്ചാലോ എന്ന് കരുതി. ചെറിയ ചെറിയ കഥകളും കവിതകളും ചിത്രങ്ങളുമൊക്കെയുള്ള ഒരു പ്രസിദ്ധീകരണം. അതാണ് ഈ കയ്യെഴുത്തു മാസിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ വേണമെങ്കിൽ കടന്നു വന്നെന്ന് വരാം. ഇനി കുട്ടികളുടെ ഒരു സഹകരണമാണ് വേണ്ടത്. അതിന് പ്രിൻസുമോനും കൂട്ടുകാരും ഇല്ലേ? ഉണ്ട്. ഞാൻ അവരുടെ കാര്യം ആലോചിക്കാതിരുന്നില്ല. എല്ലാവരെയും ഒന്നിച്ച് കിട്ടാനാ പ്രയാസം. പ്രിൻസ് അപ്പുറത്തുണ്ട്. മോനോട് കാര്യങ്ങൾ അങ്ങ് നേരിട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നല്ലേ ഉള്ളൂ. എന്താ ഗ്രാൻഡ്പാ കാണണമെന്ന് പറഞ്ഞത്? വാ മോനെ, ഇവിടെ ഇരിക്കേ. പ്രിൻസ് മോനെ, നമ്മൾ വായനശാലയിൽ ഒരു കയ്യെഴുത്തു മാസിക കൂടി ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങളെ കൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? സാധാരണ ഒരു കയ്യെഴുത്തു മാസികയിൽ എന്തൊക്കെയാണ് ഗ്രാൻഡ്പാ വരുന്നത്? അത് കഥകൾ, കവിതകൾ, ചിത്രങ്ങൾ, പിന്നെ ലേഖനങ്ങൾ, അങ്ങനെ അങ്ങനെ. ഇതിൽ ചിത്രങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ
ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധവുമില്ല ഗ്രാൻഡ്പ. ആണോ? ചിത്രങ്ങളാണെങ്കിൽ ഞങ്ങൾ ഒരു കൈ നോക്കാം. കാരണം സ്കൂളിലെ മത്സരങ്ങളിൽ പല പല സമയങ്ങളിലായി ചിത്രരചനയിൽ ഞങ്ങൾ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഏകദേശം ഓക്കെ ആയി. പക്ഷെ ഗ്രാൻഡ്പ, അത് വളരെ ചെറിയ ക്ലാസ്സുകളിലായിരുന്നു. എനിക്ക് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണണമല്ലോ. എന്താ മാർഗം? ഞാൻ ഗാർഡനിലേക്ക് വരണമോ അതോ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ എല്ലാവരും കുറച്ചു കഴിയുമ്പോൾ ഗാർഡനിൽ ഒത്തുകൂടും ഗ്രാൻഡ്പ. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് വരാം. അതുപോലെ ആ, അത് മതി പ്രിൻസ് മോനെ. ശരി ഗ്രാൻഡ്പ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അവരിതുവരെ വന്നില്ലേ? ഇല്ല പ്രിൻസേ, ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിച്ചു. സാധാരണ ആദമല്ലേ ലേറ്റ് ആവുന്നത്? ഈ സ്റ്റെഫിക്ക് ഇതെന്ത് പറ്റി? ചിലപ്പോ അവന്റെ കൂട്ടുകൂടിയപ്പോ പകർന്നതാവാം. ഏതായാലും കാത്തിരിക്കാം. നിന്റെ കൂടെ എന്ന് കൂടിയോ അന്നെല്ലാം ഞാൻ ലേറ്റാണ്. ദേ വന്നല്ലോ. സ്റ്റെഫിയും ഞാനും അല്പം താമസിച്ചല്ലേ? നീ എന്തിനാ എന്റെ പേര് ആദ്യം പറയുന്നത്? അല്ല, ഈ താമസിച്ചതിന്റെ ക്രെഡിറ്റ് ആദ്യം സ്റ്റെഫിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി. അതൊരു നല്ല കരുതലായി പോയല്ലോ. നിങ്ങൾ പിണങ്ങല്ലേ, ഒരു സീരിയസ് ആയ കാര്യമുണ്ട്. എന്താ പ്രിൻസേ? ഞാൻ ഇടപെടണോ? എന്തിനാ? അതും ലേറ്റ് ആക്കാനാണോ? കാര്യങ്ങൾ കൃത്യമായി ഗ്രാൻഡ്പ പറയും. നമുക്കെന്നാൽ അങ്ങോട്ട് പോയാലോ? എന്നാൽ ഞാൻ ആദ്യം പോകാം. നിങ്ങൾ ലേറ്റായി വന്നാ മതി. എന്താ? എല്ലാവരും വന്നല്ലേ? ഞാനാ അല്പം നേരത്തെ വന്നത്. അതിന്റെ നല്ല ക്ഷീണമുണ്ട്. എന്നാ നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ടിരുന്നാലോ? ഇവന് വേറെ പണിയൊന്നുമില്ല ഗ്രാൻഡ്പ. അതെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്നാ ശരി, പ്രിൻസ് കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഇല്ല ഗ്രാൻഡ്പ, ഗ്രാൻഡ്പ പറയുമെന്ന് കരുതി ഞാൻ ഒന്നും സൂചിപ്പിച്ചില്ലായിരുന്നു. ആണോ? ആ, സാരമില്ല. എന്താ ഗ്രാൻഡ്പ കാര്യം? ശരി, ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ മച്ചി അവിടെ നടക്കുന്നത്? ആ, അവിടെ വായനശാലയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ചർച്ചകളാ നടക്കുന്നത്. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ കൊടുക്കാം. ആദ്യം ചർച്ച ഒന്ന് കൊഴുക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോ ചിത്രങ്ങളുടെ കാര്യം നിങ്ങൾ ഏറ്റു അല്ലേ? അതെ ഗ്രാൻഡ്പ. എന്നാൽ ഞാൻ ഇനി മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് നോക്കിക്കോളാം. ഓക്കേ ഗ്രാൻഡ്പ. എത്ര ദിവസത്തിനുള്ളിലാണ് ഗ്രാൻഡ്പയ്ക്ക് ചിത്രങ്ങൾ വേണ്ടത്? അതൊരാഴ്ചക്കുള്ളിൽ മതി. അപ്പ
അപ്പോൾ ധാരാളം സമയമുണ്ടല്ലോ. ആ പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിന്റെ തീം എന്നോടൊന്ന് പറയണേ. ഓക്കെ ഗ്രാൻഡ്പാ. എന്നാ ശരി മക്കളെ, കാണാം. ഇനി 4 നല്ല ചിത്രങ്ങൾ വരയ്ക്കണം അല്ലേ? അതെ പ്രിൻസേ. അതിനു മുമ്പ് അതിന്റെ തീം കണ്ടുപിടിച്ചിട്ട് ഗ്രാൻഡ്പയോട് പറയണ്ടേ? അതെ. നമുക്ക് ബൈബിളിനെ ആസ്പദമാക്കി എന്തെങ്കിലുമൊക്കെ വരച്ചാലോ? ആ, അത് നന്നായിരിക്കും. നമുക്കെന്നായി ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ബൈബിളിലെ നല്ലൊരു ഭാഗം സെലക്ട് ചെയ്യാം. ദേ ഫെലിക്സ് അല്ലേ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്. നീ എവിടെ പോവാ ഫെലിക്സ്? ഞാനൊന്നു നടക്കാനിറങ്ങിയതാ പ്രിൻസേ. നിങ്ങൾ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. ആ, പറഞ്ഞ കണക്ക് ഇവനും ചിത്രം വരയ്ക്കുമല്ലോ. ശരിയാണല്ലോ. എന്താ ഫ്രണ്ട്സ്? നീ വാ, ഇവിടെ ഇരിക്ക്, പറയാം. എന്താ ചായ? കുട്ടികളുടെ കാര്യമാണോ തോമസേ? അതെ, അവർ പറയുന്നത് വരയുടെ കാര്യം, അതായത് ചിത്രങ്ങളുടെ കാര്യം അവരേറ്റെന്നാണ്. അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ മതിയല്ലേ? അതെ തോമസേ. അതുമാത്രമല്ല, അവരോട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് മുൻപ് അതിന്റെ ആശയം മുൻകൂട്ടി പറയണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ലെങ്കിൽ വരച്ചെല്ലാം കഴിഞ്ഞ് പ്രസിദ്ധീകരണ യോഗ്യമല്ലെങ്കിൽ എന്തെടുക്കും? അവരെന്തായാലും നല്ല താല്പര്യത്തോടെയാണ് കാര്യങ്ങളെല്ലാം കേട്ടത്. അവരല്ലേലും നല്ല കഴിവുള്ള കുട്ടികളല്ലേ അച്ചായ? ആ, എല്ലാവരെയും കർത്താവ് കാക്കട്ടെ. ഇന്നലെ ഒത്തിരി നോക്കിയിട്ടാ ബൈബിളിൽ നിന്നും വരയ്ക്കാൻ പറ്റിയത് കിട്ടിയത്. ഞാൻ നോക്കി നോക്കി ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ നോക്കിയപ്പോഴാ കിട്ടിയത്. എനിക്ക് ഇന്നലെ തന്നെ കിട്ടി. ഞാനാണെങ്കിൽ ബൈബിള് തുറന്നതും അന്ത്യത്താഴത്തിന്റെ പേജാണ് കണ്ടത്. ഞാൻ സെലക്ട് ചെയ്തത് യേശുദേവൻ ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതാ. ഒരു മനോഹരമായ കെട്ടിടത്തിനടുത്ത് നിൽക്കുന്ന യേശുദേവൻ, അതാണ് എന്റെ തീം. ആദം, നിന്റെയോ? ഞാനും പൂന്തോട്ടത്തിലിരിക്കുന്ന യേശുവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായി കുട്ടികളെ? ഞങ്ങൾക്കെല്ലാവർക്കും വരയ്ക്കാനുള്ള ആശയം കിട്ടി ഗ്രാൻഡ്പാ. ആണോ? മിടുക്കർ. ആ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ സ്റ്റെഫി? ഞാൻ വരുന്ന വഴി ഫെലിക്സിനെ കണ്ടിരുന്നു. അവനും തീം കിട്ടിയോ? ആഹാ, നിങ്ങൾ ഇക്കാര്യം ഫെലിക്സിനോടും പറഞ്ഞല്ലേ? നന്നായി. അവന് തീം കിട്ടിയോ സ്റ്റെഫി? കിട്ടി. പക്ഷേ നമ്മളെല്ലാവരും പറഞ്ഞത്ര രസമൊന്നുമില്ല കേട്ടിട്ട്. അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ആട്ടെ, എന്തായിരുന്നു ഫെലിക്സിന്റെ തീം? വെറുതെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന യേശുദേവൻ. ശരി, നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയെന്നല്ലേ പറഞ്ഞത്? അതുകൂടി പറയൂ. അതിമനോഹരമായൊരു വീഞ്ഞുപാത്രം കയ്യിലേന്തിയ യേശുദേവൻ. ഭംഗിയുള്ള ഒരു കെട്ടിടത്തിനടുത്ത് നിൽക്കുന്ന യേശുദേവൻ. എന്റെയും ആദത്തിന്റെയും ഏകദേശം ഒരുപോലെയാ.
പൂന്തോട്ടത്തിലിരിക്കുന്ന യേശുദേവൻ. ആഹാ, എല്ലാവരും സെലക്ട് ചെയ്തത് യേശുദേവന്റെ ചിത്രമാണല്ലോ. അതെ ഗ്രാൻഡ്പാ. ഫെലിക്സിന്റെ തീം എന്തായിരുന്നു? മറന്നല്ലോ. ഓ, അത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന യേശുദേവനാ. യേശുദേവനല്ലാതെ വേറൊന്നും ഇല്ലെന്നാ അവൻ പറഞ്ഞത്. ഗ്രാൻഡ്പയ്ക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. പറയൂ ഗ്രാൻഡ്പാ, ഗ്രാൻഡ്പായ്ക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാം നല്ലതല്ലേ മക്കളെ, പക്ഷേ ഒരു കഥയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഫെലിക്സിന്റേതാണ്. ഫെലിക്സിന്റേതോ? പക്ഷേ അതിൽ മനോഹരമായ ഒന്നും തന്നെ അവൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ പൂന്തോട്ടങ്ങളുണ്ട്, വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്. പ്രിൻസിന്റെ ചിത്രത്തിലാണെങ്കിൽ യേശുദേവന്റെ കയ്യിൽ മനോഹരമായൊരു വീഞ്ഞുപാത്രവുമുണ്ട്. ശരി ശരി, നിങ്ങളുടെ മോശമാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഫെലിക്സ് വരയ്ക്കാൻ പോകുന്ന ചിത്രത്തെ ഞാൻ വിലയിരുത്തിയത് ഒരു കഥയുടെ വെളിച്ചത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേത് കഥയാ ഗ്രാൻഡ്പാ? കഥയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ശരി ഗ്രാൻഡ്പാ, ഗ്രാൻഡ്പാ കഥ പറ. ശരി, ഈ കഥ നിങ്ങളും കൂടി ശ്രദ്ധിക്കണേ. ലിയനാർഡോ ഡാവിഞ്ചി തൻ്റെ മഹത്തായ ചിത്രമായ അന്ത്യത്താഴത്തിൻ്റെ രചനയ്ക്കായി മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്രിസ്തുവിനോടുകൂടി അന്ത്യത്താഴത്തിനിരിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രം തെളിഞ്ഞു. അദ്ദേഹം വരയ്ക്കുവാൻ ആരംഭിച്ചു. സ്വർഗീയ ചൈതന്യധാര കവിഞ്ഞൊഴുകുന്ന ഭാവോജ്വലമായ ക്രിസ്തുവിൻ്റെ മുഖകമലം, വലതുകൈയിൽ വീഞ്ഞു നിറച്ച പാനപാത്രവുമായി ദൈവത്തെ സ്തുതിക്കുന്ന യേശുവിൻ്റെ ചിത്രം. ആ മനോഹര സൃഷ്ടിക്കായി അദ്ദേഹം തൻ്റെ 3 വർഷങ്ങൾ നീക്കിവെച്ചു. ആ ചിത്രത്തിൻ്റെ സമാപ്തിയിൽ ഡാവിഞ്ചി ആഹ്ലാദഭരിതനായി. അപ്പോൾ അതുവഴി വന്ന തൻ്റെ സുഹൃത്തിനോട് ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞു. ആ സ്നേഹിതൻ പറഞ്ഞു, യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ വീഞ്ഞു നിറച്ച പാനപാത്രം എത്ര മനോഹരമായിരിക്കുന്നു. ഡാവിഞ്ചി ഒട്ടും കാത്തുനിന്നില്ല. ഒരു ബ്രഷ് ചായക്കൂട്ടിൽ മുക്കി യേശുവിൻ്റെ കയ്യിലിരുന്ന ആ പാനപാത്രം മായ്ച്ചു കളഞ്ഞു. ആ സുഹൃത്ത് അത്ഭുതപ്പെട്ടു. അത് കണ്ട ഡാവിഞ്ചി പറഞ്ഞു, സ്നേഹിത, പരിഭ്രമിക്കേണ്ട. യേശുവിനേക്കാൾ ആകർഷകമായതൊന്നും ഈ ചിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. ദൈവത്തേക്കാൾ അധികമായി ആരെ സ്നേഹിച്ചാലും ദൈവത്തിനത് സഹിക്കില്ല. നിങ്ങളുടെ ദൈവത്തിൻ്റെ മനസ്സ് അത്രയ്ക്ക് നിർമ്മലമാണ്. കാരണം അവിടുന്ന് സ്നേഹമാണ്. ഇതാണ് ആ കഥ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ശരിയാ ഗ്രാൻഡ്പാ. ഞങ്ങൾ യേശുദേവനേക്കാൾ പ്രാധാന്യം ചിത്രത്തിലെ ബാക്കി ഭാഗങ്ങൾക്ക് നൽകിയത്. ഫെലിക്സിന്റെ ചിത്രം തന്നെയാണ് ആശയപരമായും നല്ലത്. പ്രാർത്ഥന നിരതനായ യേശുദേവൻ. നമുക്കും ഇനി ആ രീതിയിലുള്ള ചിത്രങ്ങൾ പ്ലാൻ ചെയ്താലോ? അതെ. താങ്ക് യു ഗ്രാൻഡ്പാ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ.